ഇത് പൂശ അരുണിമയുടെ ഒരു മാവാണ് കണ്ട. ഇവിടെ മാങ്ങയൊക്കെ നല്ല കളറിലേക്ക് വരും. പൂശ അരുണിമ നല്ല മാങ്ങയാണ്. നമുക്ക് കളറ് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയൊരു ഇനമാണ് പൂശ അരുണിമ. ഹൈബ്രിഡാണ്, നന്നായിട്ട് കായ പിടിപ്പുള്ള. ഓ ഇതൊരു വെറൈറ്റി ആണല്ലോ. ഇരട്ടക്കുട്ടികളെ പോലല്ലേ? നല്ലൊരു വെറൈറ്റി എന്താ ഹാർട്ട് ഷേപ്പിലും വന്നിട്ടുണ്ട്. ഹായ്, നമസ്കാരമുണ്ട്. നമ്മളിപ്പോൾ എയർപോർട്ട് ഗാർഡനിലാണുള്ളത്. ഇവിടുത്തെ കുറച്ച് മാവുകളെയും മാങ്ങയൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. നമുക്ക് അറിയാം, കർണാടകൻ്റെ ഒരു വിശിഷ്ടമായ ഒരു മാമ്പഴമാണ് മുണ്ടപ്പ. അപ്പോൾ മുണ്ടപ്പ കായ്ച്ചിരിക്കുന്നത് ഉരുണ്ട് നമ്മൾ ആപ്പിൾ മാണിയെ പോലെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള മാവാണ്. ഈ മാവുകളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചാൽ ഇങ്ങനെ മാങ്ങകൾ തൂങ്ങി നിൽക്കുന്ന പോലെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അത്തരത്തിൽ നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയൊരു മാവാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് വളരെ അനുയോജ്യമായൊരു മാവാണ്. നന്നായിട്ട് കായ പിടിക്കും എന്ന മാവാണ് മുണ്ടപ്പ. ഇവിടെയൊക്കെ കായ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. എല്ലായിടത്തും നല്ലപോലെ മാങ്ങ അയച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് മാങ്ങ അയക്കുന്ന ഒരു ഇനമാണ്. മാത്രമല്ല കർണാടകയുടെ ഒരു ട്രഡീഷണൽ നാടൻ മാവാണ് ഇത്. നല്ലൊരു മാവാണ്, നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമാണ്. കർണാടകയിലും നല്ലതായിട്ട് കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്. നമ്മളിവിടെയൊക്കെ ഇതിൻ്റെ മാമ്പഴം എത്താറുണ്ട് കർണാടകയിൽ നിന്ന്. വളരെ നല്ലൊരു മാങ്ങയാണ്. അപ്പോൾ നമുക്കത് തിരഞ്ഞെടുക്കാം. പിന്നെ മധുരം ഉള്ള മാങ്ങയാണ്, ആര് കുറവാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഗുണങ്ങളുള്ള മാവയാണ് മുണ്ടപ്പ. അപ്പോൾ മുണ്ടപ്പ നമുക്ക് എല്ലാ നഴ്സറിയിലും അങ്ങനെ അവൈലബിൾ അല്ല. മാങ്ങാപ്രേമികൾക്ക് വെക്കാവുന്ന ഒരു കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മാവാണ് മുണ്ടപ്പ. നമുക്കറിയാം, നമുക്ക് പല ഇനം നാംഡോക്മൈകളുണ്ട്. നാംഡോക്മൈ മണ്ണ്, നാംഡോക്മൈ സീത്തോങ്, നാംഡോക്മൈ ഗ്രീൻ, നാംഡോക്മൈ യെല്ലോ, പർപ്പിൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇനങ്ങൾ നമ്മളെ ഇടയിലുണ്ട്. ആളുകൾക്ക് ഇതൊക്കെ കൺഫ്യൂഷനാണ്. എന്നാൽ പലരും ചോദിക്കും ഈ നാംഡോക്മൈ ഗോൾഡ് അഥവാ ഗോൾഡ് യെല്ലോ ആ ഒരു രീതിയിൽപ്പെട്ടാണ്. ഇത് വിരിയുമ്പോൾ തന്നെ, മാങ്ങ വിരിയുമ്പോൾ തന്നെ ഈ ഒരു കളറാണ്. മറ്റേ ചില ഗോൾഡ് എന്ന് പറഞ്ഞാൽ മാങ്ങ മൂത്ത് കഴിഞ്ഞാലാണ് ഗോൾഡ് ഷെയ്ഡിലേക്ക് പോവുക, അല്ലെങ്കിൽ കവർ ഇടണം. ഇത് കവറൊന്നും ഇടാതെ തന്നെ നമുക്ക് ഈ ഒരു നല്ല മനോഹരമായ കളർ ലഭിക്കും ഈ നാംഡോക്മൈ ഗോൾഡ്. ഇത് നാംഡോക്മൈ ഗോൾഡിൻ്റെ ഒറിജിനലാണ്. നമുക്ക് നാംഡോക്മൈ ഗോൾഡിൻ്റെ ഒറിജിനലാണ് ഈ ഒരു കളർ ഇട്ടുക. ഇതിൻ്റെ യഥാർത്ഥ പേര് നാംഡോക്മൈ സീത്തോങ് എന്നാണ്. അപ്പോൾ സീത്തോങ് വെറൈറ്റി പെട്ടതാണ് ഇത്. ഇത് വിരിയുമ്പോൾ തന്നെ മാങ്ങ ഉണ്ണിമാങ്ങ ആകുമ്പോൾ തന്നെ ഈ യെല്ലോ കളറിലേക്ക് വരും. പിന്നെ അതിൻ്റെ ഫ്ലേവറിന് തന്നെ വ്യത്യാസമുണ്ട്. അത് വിരിഞ്ഞ് വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇത് ഫുൾ യെല്ലോ കളറാണ്. ഇത് മൂത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഗോൾഡ് ഷെയ്ഡുള്ള മാങ്ങ ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതാണ് ഈ നാംഡോക്മൈ ഗോൾഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ മാവുകൾ വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ നാംഡോക്മൈ ഗോൾഡ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം. വീട്ടുമുറ്റത്ത് കാണാൻ ഭംഗിയായിരിക്കും, തിന്നാനും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മാങ്ങ കണ്ട് ആസ്വദിക്കാനും പറ്റും, നമുക്ക് കഴിക്കാനും പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് നാംഡോക്മൈ സീത്തോങ്. അത് നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ നിൽക്കുന്ന കായ്ച്ച് നിൽക്കുന്ന മാമ്പഴങ്ങളാണ് കേട്ടോ. ഇത് നമുക്ക് സീസണാണ്. ഇത് ഗസാൽ എന്ന് പറയുന്നൊരു മാവാണ്. ഇത് വിദേശ മാവാണ്. ഇത് ഈജിപ്തിൻ്റെയാണ്. ഇത് നല്ല ടേസ്റ്റും നല്ല രുചിയുള്ള, നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് സൂട്ടബിളാണ്. പക്ഷെ നമ്മളിതിൻ്റെ തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ കായ്ച്ചതിന് ശേഷമാണ് ഇതിൻ്റെയൊക്കെ വെറൈറ്റികൾ നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, കൊല കുത്തി കായ്ക്കുക എന്നൊക്കെ പറയില്ലേ, കൊലകൾക്ക് നിറഞ്ഞ് കായ്ക്കുന്ന ഒരു ഇനമാണ്. ഗസാലാണ് ഇതിൻ്റെ പേരിട്ടാ. കാരണം മാങ്ങ കാണാനാണ്. ഇത് കണ്ടില്ലേ, മൂത്ത് പഴുത്താലും ഏകദേശം ഈ കളർ തന്നെയാണ്. നമ്മുടെ ബോംബെ ഗ്രീൻ പോലെ തന്നെയാണ്. ഉള്ള് പിന്നെ ചുവന്ന കളറും പുറം ഭാഗം പിന്നെ ഗ്രീൻ കളറുമാണ്. ഇതാണ് കണ്ടില്ലേ, ഇതുപോലെ കായ പിടിച്ചിരിക്കുന്ന അറിയോ. ഇതൊരു ഡ്രമ്മിലാണ് ഇരിക്കുന്നത്. ഇതിൽ കായ പിടിച്ചിട്ടുണ്ട്, അത്യാവശ്യം കായ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഗസാൽ. ഓക്കെ, ഒട്ടനവധി വിദേശ മാവുകൾ, നമ്മൾ പുറത്തുനിന്ന് വന്ന മാവുകൾ നമുക്ക് പരിചയപ്പെടുത്താറുണ്ട്. ഇത് കണ്ടില്ലേ, നിറയെ മാമ്പഴങ്ങൾ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത്, തൂങ്ങി നിൽക്കാൻ എന്താ കണ്ട എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ നിറയെ മാങ്ങകളാണ്. ഇത് നമ്മൾ പറഞ്ഞ 3 ടേസ്റ്റ് മാംഗോ ആണ്. അത് പച്ചയിലൊരു ടേസ്റ്റാണ്, മൂത്ത് കഴിഞ്ഞാൽ മറ്റൊരു ടേസ്റ്റാണ്, പഴുത്ത് കഴിഞ്ഞാൽ മറ്റൊരു ടേസ്റ്റ്. അങ്ങനെ 3 ടൈമിൽ 3 ടേസ്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള മാവുകളൊക്കെ നമുക്ക് വീട്ടുമുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായിട്ട് കണ്ട് ആസ്വദിക്കാനും, നല്ല മാങ്ങകൾ എപ്പോഴും പച്ചയിലും കഴിക്കാം, മൂത്ത് പഴുത്താലും കഴിക്കാം, എല്ലാ സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഇനമാണ്. ഒട്ടും പുളി ഉണ്ടാവില്ല, നല്ല ഇനമാണിത്. കണ്ടില്ലേ, അത്തരത്തിലുള്ള വിദേശ മാവുകളൊക്കെ നമുക്കിങ്ങനെ പരിചയപ്പെട്ടു പോകാം. ഒട്ടനവധി വിദേശ മാവുകൾ നമുക്ക് ഈ പ്രാവശ്യം പരിചയപ്പെടാനായിട്ടുണ്ട്. ഇത് കണ്ടില്ല, നിറയെ കായ്ച്ച് നിൽക്കുന്നത്. ഇതിൻ്റെ ഐഡിയ മറന്നിട്ടുണ്ട്, പക്ഷെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കണം എനിക്ക് ഇതിൻ്റെ പേരെന്താണെന്ന്. പക്ഷെ നല്ലൊരു റെഡ് ഷെയ്ഡിലേക്ക് വരും, നല്ല മാങ്ങയാണ് കേട്ടോ, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് ചെറിയ മാവാണെങ്കിലും കായപിടുത്തം നല്ലതാണ്. ഇതുപോലെയൊക്കെയുള്ള ഒട്ടനവധി മാവുകൾ ഇപ്പോൾ നമുക്ക് എയർപോർട്ട് ഗാർഡനിൽ ഇതുപോലെ കായ്ച്ച് നിൽക്കുന്നതാണ്. ഇത് വന്ന് ഗുൽഫി എന്ന് പറഞ്ഞൊരു മാവാണ്. ഇത് നമുക്ക് വിദേശ മാവുകളിൽ പെട്ടതാണ്. ഇത് ഏതാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് എനിക്കറിയില്ല. ഗുൽഫി എന്ന് പറയുന്ന ഇനാണ്. നല്ല റെഡ് ഷെയ്ഡിലേക്ക് മിയാസാക്കി പോലുള്ള ഒരു നല്ല കളറിലേക്ക് വരും ഗുൽഫി. നല്ല മാങ്ങയാണ്.
ഇത് നമുക്കിവിടെ ഈ പ്രാവശ്യം കായ പിടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കായ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇതാ ഇവിടെ ഇതാ കായ. പിന്നെ അത്യാവശ്യം കായ പിടിച്ച് ആദ്യമായിട്ട് കായ്ക്കുകയാണ് ഗുൽഫി മാംഗോ. നമ്മൾക്ക് ഇവിടെ എയർപോർട്ട് ഗാർഡനിലുണ്ട്. ഗുൽഫി നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു മാങ്ങ അതിൻ്റെ കൂടുതൽ നമുക്ക് കായ്ച്ചിരിക്കുന്നതാണ് ചോൺസ. ചോൺസ കായ്ച്ചിട്ടുണ്ട്. മാങ്ങ കൊണ്ട് വലുതായിട്ടില്ല. ചോൺസ നമുക്ക് ആദ്യമായിട്ടാണ് ഫ്ലവർ ചെയ്തിട്ടുള്ളത്. ചോൺസ അങ്ങനെ കായ്ക്കാൻ പിന്നെ പ്രയാസമുള്ള. ഇത് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറഞ്ഞൊരു മാമ്പഴമാണ്. ഒരു നാടൻ ട്രഡീഷണൽ മാങ്ങയാണ്, നമ്മുടെ നാടൻ മാങ്ങയാണ്. കിളിച്ചുണ്ടൻ മാങ്ങ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ നാംഡോക്കുമായി ഗോൾഡാണ്, കണ്ടില്ലേ, ഗോൾഡ് ഷെയ്ഡ്. കാരണം മറ്റേത് ഈ ഒരു കളറിൽ കിട്ടുക. തൊട്ടടുത്തിരിക്കുന്നത് മിയാസാക്കിയാണ്, കണ്ടില്ലേ, മിയാസാക്കി ഇതുപോലെ നമുക്ക് നന്നായിട്ട് കായ്ച്ചിട്ട് കളർ കണ്ടില്ല, നമുക്ക് ആ ഷെയ്ഡ് ഇത് കണ്ടില്ല. ഇവിടെയൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് നല്ല കളറിലേക്ക് വരണം. ഇവിടെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ മിയാസാക്കി. ഓ, ഇതൊരു വെറൈറ്റി ആണല്ലോ. ഇരട്ടക്കുട്ടികൾ പോലല്ലേ? നല്ലൊരു വെറൈറ്റി എന്താ, ഹാർട്ട് ഷേപ്പിലും വന്നിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മിയാസാക്കി. ഈ വർഷം നമുക്ക് കുറേ കാഴ്ച തൈകളെ നമ്മൾ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മാങ്ങയാണ് ഇത്. പിന്നെ നമ്മുടെ മറ്റേ കോട്ടൂർക്കോണം നമ്മളൊരു നാടൻ ട്രഡീഷണൽ മാങ്ങയാണ്. തിരുവനന്തപുരത്തുകാരൊക്കെ പ്രിയപ്പെട്ട മാങ്ങ. നല്ല കളറിലേക്ക് വരും. നമ്മുടെ കോമാങ്ങയുടെ ഒരു ഫ്ലേവറാണ്. എല്ലാവർക്കും കൊട്ടടുത്ത് നിൽക്കുന്ന കുറ്റ്യാട്ടൂർ മാവാണിത്. ഇതാണ് കുറ്റ്യാട്ടൂർ മാവ്. ഭൗമസൂചിക പദവി കിട്ടിയ മാവാണ് കുറ്റ്യാട്ടൂർ മാവ്. കണ്ണപുരം മാവ്, കുഞ്ഞിമംഗലം മാവ് എന്നൊക്കെ പല ഇനം പേരുകളിൽ അറിയപ്പെടുന്നു. നമ്പ്യാർ മാവ് എന്നൊക്കെ അറിയപ്പെടും. ഏതായാലും ഇത് കുറ്റ്യാട്ടൂർ മാവാണ്. ഇതിന് ഭൗമസൂചിക പദവി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മാവിൻ്റെ ഇലകൾക്കൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നല്ലൊരു ഇനമാണ്. ഇത് വന്ന് ബോംബായി മാംഗോ, ബോംബായി ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു മാങ്ങയാണ്. നല്ല മാങ്ങയാണ്, എല്ലാവർക്കും അറിയാം. ഇതിന് ചില ഭാഗങ്ങൾ മൾഡ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ പേര് ബോംബായി ഗ്രീൻ എന്നാണ്. ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡിൽ മാതൃവൃക്ഷമായി തിരഞ്ഞെടുത്തൊരു മാവാണിത്. കാരണം ഇതിൻ്റെ നമുക്കറിയാം കാലപ്പാടി വളരെ വിശിഷ്ടമായ മാങ്ങയാണ്. 1951 ഉത്തർപ്രദേശ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്പ് ചെയ്തൊരു മാങ്ങയാണ് പ്രഭാശങ്കർ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് മാങ്ങയാണത്. 1951 ഡെവലപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് മാങ്ങയും അതാണ്. അതിൽ ഇത് മാതൃവൃക്ഷമായി വരുന്നത് ഈ ബോംബായി ഗ്രീനാണ്. പിതൃവൃക്ഷമായി വരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയകരമായ നമ്മുടെ കാലപ്പാടിയാണ്. ഈ കാലപ്പാടി രണ്ടും പാടെ കൂടി ചേർന്നൊരു ഹൈബ്രിഡാണത്. അതിൻ്റെ പേരാണ് പ്രഭാശങ്കർ എന്ന മാങ്ങയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് മാങ്ങ. അപ്പോൾ അതിൽ മാതൃവൃക്ഷമായി വരുന്നത് ഈ ബോംബായി ഗ്രീനാണ്. പിതൃവൃക്ഷമായി വരുന്നത് നമ്മുടെ കാലപ്പാടിയാണ്. നമുക്കൊരു അറിവിലേക്ക് കൂടിയാണ് ഞാനിത് പറയുന്നത്. മാങ്ങാപ്രേമികൾക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഹൈബ്രിഡ് മാങ്ങയാണ് പ്രഭാശങ്കർ. ഇത് ബാരി 11 എന്ന് പറയുന്നൊരു മാങ്ങയാണ്. ബാരി 11 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറിയാം, ബംഗ്ലാദേശ് ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡാണ് ബാരി 11. ഇത് നല്ലൊരു ഇനം മാങ്ങയാണ്. പിന്നെ നമ്മുടെ ഇവിടെ നന്നായിട്ട് കായ്ക്കുന്നതൊക്കെ ഉണ്ട്. ഈ കളക്ഷനിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു മാവാണ് ബാരി 11. ഈ ബാരി 11, ബാരി 4, ബാരി 5 എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടനവധി ഇനങ്ങൾ ഇതുപോലെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഹൈബ്രിഡ് ഇനങ്ങൾ. സൂപ്പർ മാംഗോ ആണ്. ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ്. ജെയിൻ്റ് ഐവറി എന്ന് പറഞ്ഞൊരു മാവാണ്. നല്ല മാങ്ങയാണ്. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും, കണ്ടില്ലേ, 1 കിലോക്ക് മുകളിൽ ഭാരം വരും. ഇതിന് വലിപ്പം നോക്കാം. നീണ്ട മാങ്ങകളാണ് നമുക്ക് ഈ തായ്ലൻഡ് മാങ്ങകളോട് ഇത്രയും പ്രിയം കൂടാൻ കാരണം. നമുക്കൊക്കെ കൂടുതൽ ഇവിടെ ഉരുണ്ട മാങ്ങകൾ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പ് മാങ്ങകളൊക്കെയാണ് നമുക്കുള്ളത്. ഓവൽ ഷേപ്പിലുള്ളതും ഉരുണ്ട മാങ്ങകളാണ് നമ്മുടെ ഈ ഇന്ത്യൻ വെറൈറ്റികൾ കൂടുതലുള്ളത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഹൈബ്രിഡ് ഇനങ്ങളിൽ കുറച്ച് മല്ലിക പോലത്തെ നീണ്ട മാങ്ങകൾ വന്നെങ്കിലും നമുക്ക് സാധാരണയായിട്ട് ഈ തായ്ലൻഡ് വെറൈറ്റി പോലുള്ള നീണ്ട മാങ്ങകൾ നമുക്ക് കുറവാണ്. കണ്ടിരുന്നു നാംഡോക്കുമൈയൊക്കെ. കാരണം അതിൻ്റെ ഒരു ഷേപ്പാണ് ഇതിന് ഭംഗി കൊടുക്കുന്നത്. അതിൻ്റെ മാങ്ങയുടെ മറ്റ് കാര്യങ്ങളെക്കാളും മധുരമാണെങ്കിലോ ഫ്ലേവർ ആണെങ്കിലോ അതൊക്കെ മാറ്റി നിർത്തുമ്പോൾ കാണാനുള്ള ഭംഗി, ആനച്ചന്തം എന്നൊക്കെ പറയില്ലേ, അത് ആണ് ഇതിൻ്റെയൊക്കെ ചന്തം. കണ്ടില്ലേ, ഇത് കാണുമ്പോഴൊരു ഭംഗിയാണ്. മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടൊരു ഐശ്വര്യത്തിൽ നമുക്ക് വരും. ആളുകളൊക്കെ കാണാനും ഇഷ്ടപ്പെടാനൊക്കെ പറ്റിയ മാവുകളാണ് തായ്ലൻഡ് മാവ്. അതുകൊണ്ടാണ് തായ്ലൻഡ് മാവ് നമുക്ക് ഇത്ര പ്രിയങ്കരമാവുന്നത്. പിന്നെ ബ്രിക്സൊക്കെ അല്പം കുറവാണ്. നമ്മുടെ ഇന്ത്യൻ മാങ്ങയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തായ്ലൻഡ് മാങ്ങകൾക്ക് ആ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യൻ മാങ്ങയാണ് ടേസ്റ്റിൽ കഴിക്കാനും നമുക്കുള്ള ആ മധുരവും ഫ്ലേവറും ഒക്കെ ഇന്ത്യൻ മാങ്ങക്കാണ്. അത് ലോകത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ കാണാനുള്ള ഭംഗിയും പിന്നെ ഒക്കെ നോക്കുമ്പോൾ അത് നമ്മൾ തായ്ലൻഡ് മാങ്ങകളാണ് മുന്നിൽ. അത് യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ ഇത് മാങ്ങയ്ക്കൊരു ഭംഗി നോക്കാം, ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കാം, കണ്ടില്ലേ, അതാണ് ഇത്. ഇതേപോലത്തെ ഒരു മാങ്ങ നമുക്ക് റെഡ് ഐവറി എന്നിട്ട് മാങ്ങയുണ്ട്, നമുക്ക് കാണാം. ഇത് റെഡ് ഐവറി മാംഗോ ആണ്. റെഡ് ഐവറി മാംഗോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഒട്ടനവധി പേരുകൾ അറിയപ്പെടുന്നത്. ചാങ്ങുമായി, നാച്ചിൻഡിയാങ്,
ചാൻഡിങ് ഇങ്ങനെയൊക്കെയുള്ള പേര് ഇതിനുണ്ട്. എന്നാലും ഇതിൻ്റെ മൊത്തത്തിൽ അറിയപ്പെടുന്നത് റെഡ് ഐവറി എന്നാണ്. ഇതൊരു റെഡ് ഷെയ്ഡിലേക്ക് വരും. മാങ്ങയിൽ കാണാൻ അപാര ഭംഗിയാണ്. അത് മാത്രമല്ല അത് കഴിക്കാനും ടേസ്റ്റുള്ള മാങ്ങയാണ്, കഴിച്ച മാങ്ങയാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പക്ഷേ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ മാമ്പഴത്തിൽ നമുക്ക് കളക്ഷനായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയ മാങ്ങ വേണം. കണ്ടോ ഇതിൻ്റെ ഭംഗിയുണ്ട്. എന്നി റെഡ് ഷെയ്ഡിലേക്ക് വരുന്നത് എന്തൊരു ഭംഗിയാണെന്ന് അറിയോ മാങ്ങകൾ കാണാൻ. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നീട്ടം കൂടിയ ഒരു ഇലയാണ്. ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക, പിന്നെ എല്ലാം ഈ കമ്പുകളൊക്കെ ഇങ്ങനെ അടിയിലേക്ക് തൂങ്ങി വരും. ഗാർഡനിൽ ഒട്ടനവധി ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഇത് പൂസ അരുണിമ എന്ന് പറയുന്നൊരു മാങ്ങയാണ്. പൂസ അരുണിമയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അമ്രവല്ലിയാണ് ഇതിൻ്റെ മാതൃക്ഷമായി വരുന്നത്. അമ്രവല്ലി ഓൾറെഡി ഒരു ഡെവലപ്പ് ചെയ്ത ഒരു ഹൈബ്രിഡാണ്. ആ ഹൈബ്രിഡിൽ തന്നെ മറ്റൊരു ക്രോസ് ആണ് നമുക്ക് ഈ പൂസ അരുണിമ ആയിട്ട് വരുന്നത്. പൂസ അരുണിമയിൽ നമുക്ക് വരുന്നത് മാതൃക്ഷമായി വരുന്നതാണ് അമ്രവല്ലി. അതുപോലെ പിതൃക്ഷമായി വരുന്നത് സെൻസേഷനാണ്. ഈ സെൻസേഷൻ മാങ്ങ എന്ന് പറഞ്ഞാൽ അതൊരു ആഫ്രിക്കൻ മാങ്ങയാണ്. അത് നമ്മുടെ ഒക്കെ അറിയപ്പെടുന്ന ഒരു മാങ്ങയാണ് സെൻസേഷൻ. ഈ സെൻസേഷൻ ആയിട്ടുള്ള ഒരു ക്രോസാണ് ഈ വന്നിട്ടുള്ളത്. ഇത് നല്ല ചുവന്ന കളറാണ്, നല്ല ഭംഗിയാണിത് കാണാൻ, നല്ല ഭംഗിയാണ്, നല്ല ചുവന്ന കളറാണ്. നമുക്കിവിടെ ഒട്ടനവധി മാങ്ങകൾ കായ്ച്ചിട്ടുണ്ട്, അവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈബ്രിഡാണ്, നന്നായിട്ട് കായ പിടിക്കും. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാങ്ങയാണ്. എയർപോർട്ട് ഗാർഡനിൽ കായ്ച്ച് നിൽക്കുന്ന ഒട്ടനവധി മല്ലിക മാവുകളുണ്ട്. ഇതിലൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. മല്ലിക എല്ലായിടത്തും അങ്ങനെ കായ പിടിക്കാൻ പ്രയാസമുള്ള മാങ്ങയാണ്. അതിൻ്റെ pH ഒക്കെ കറക്റ്റായി വന്നാലേ അത് മാങ്ങ പിടിക്കുകയുള്ളൂ. നല്ല രീതിയിൽ നമുക്കിവിടെ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ICAR വികസിപ്പിച്ചെടുത്ത ആദ്യ മാമ്പഴങ്ങളിൽ പെട്ടതാണ്. 1970 കാലഘട്ടങ്ങളിലാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് മാതൃക്ഷമായി വരുന്നത് നീലനും പിതൃക്ഷമായി വരുന്നത് ദശേരിയാണ്. ദശേരി നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പോപ്പുലറായ മാങ്ങയാണ് ദശേരി. അതുകൊണ്ടാണ് ദശേരി അധിക ഹൈബ്രിഡിൻ്റെ കൂടെ ഒന്നിനെ മാതൃക്ഷമായിട്ട് പിതൃക്ഷമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. കാരണം എന്ന് വെച്ചാൽ കൊലയിൽ നന്നായിട്ട് കായ പിടിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹൈബ്രിഡ് ഉണ്ടാക്കുമ്പോൾ ആ വരുന്ന മാങ്ങകൾ ഉരുത്തിരിഞ്ഞ് വരുന്ന മാങ്ങകളിലും ആ ഒരു സ്വഭാവം കാണിക്കും. അപ്പോൾ ഇത് നീലനാണ്. നീലനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ തമിഴ്നാട് ആന്ധ്ര ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മാങ്ങയാണ് നീല മാങ്ങ. അപ്പോൾ നീലം നല്ല ടേസ്റ്റ് അതിരുചികരമായ മാങ്ങയാണ്, നമുക്ക് മാർക്കറ്റിലൊക്കെ ലഭിക്കുന്ന മാങ്ങയാണ്. ഇത് രണ്ടും കൂടെ ഉള്ളൊരു ക്രോസാണ്. ദശേരി നോർത്ത് ഇന്ത്യൻ മാങ്ങയുടെ ഒരു ക്രോസും അതിൽ മാതൃക്ഷമായി വരുന്നത് പിതൃക്ഷമായി വരുന്നത് നീലനുമാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു മാങ്ങയാണ്. ഇതിൻ്റെ ഹൈബ്രിഡാണ്. ഇത് മല്ലികയിൽ തന്നെ നമുക്ക് ഹൈബ്രിഡിൽ 2-3 സ്വഭാവത്തിൽ വരുന്നുണ്ട്. നീണ്ട് കുറച്ച് വളഞ്ഞ സൈസ്, ഒരു പരന്ന സൈസ്, ഇങ്ങനെ 2-3 സൈസുകൾ വരുന്നുണ്ട്. പക്ഷേ മല്ലിക ഇത് ഒരു ദശേരിയോട് കൂടുതൽ ഈ ഷേപ്പിൽ വരുന്നത് ദശേരിയോട് കൂടുതൽ സ്വാദിഷ്ടം തോന്നുന്നതാണ്. മറ്റേത് നീലനോട് കൂടുതൽ സ്വാദ് തോന്നുന്ന ഇങ്ങനെ 2 ഇനങ്ങളിലായിട്ട് വരുന്നുണ്ട് മാങ്ങ. അത് നമുക്ക് മാങ്ങകളെ പറ്റി അത്രയും അടുത്തറിയുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്വഭാവത്തിൽ നീണ്ടു വരുന്ന മല്ലികക്കാണ് നല്ല ഗുണമുള്ളത്. മറ്റേതൊരു പരന്നൊരു മല്ലിക ഉണ്ട്, നീളം കുറഞ്ഞിട്ട്. ഇത് നീണ്ട് പരന്നൊരു മല്ലികയാണ്. ഇതിന് നല്ലൊരു സ്വഭാവവും നല്ലൊരു ടേസ്റ്റുമാണുള്ളത്, കാണാൻ നല്ലൊരു ഭംഗിയുമാണ്. ഇതിൻ്റെ ആ ഭംഗിയാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്, ഒരു നല്ലൊരു ഷേപ്പിൽ. ഇതൊക്കെ ഇപ്പോൾ വലുതായി വരുന്നുള്ളൂ നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു ഹൈബ്രിഡാണ്. നമുക്ക് എല്ലാവർക്കും ഉൾപ്പെടുത്താനും വീട്ടിൽ വെക്കാനും പറ്റിയൊരു മാങ്ങയാണ്. കായ പിടിക്കുന്നുണ്ട്, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ചിലയിടത്ത് കായ പിടിക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും പിന്നീട് അതിൻ്റെ pH ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു ഇനമാണ് മല്ലിക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ക്രോസാണ് അമ്രവല്ലി. അമ്രവല്ലി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്രവല്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാതൃക്ഷമായി വരുന്നത് ദശേരിയും പിതൃക്ഷമായി വരുന്നത് നീലനുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ഇതിൽ മല്ലികയെ സംബന്ധിച്ചിടത്തോളം മല്ലികയിൽ ക്രോസ് വരുന്നത് ദശേരി പിതൃക്ഷവും മാതൃക്ഷമായി വരുന്നത് നീലനുമാണ്. ഇങ്ങനെ 2 വ്യത്യാസമാണ് ഈ 2 മാങ്ങകൾ. ഓപ്പോസിറ്റ് ക്രോസുകളായി വരുമ്പോഴാണ് 2 പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് അറിയാം ICAR വികസിപ്പിച്ച ആദ്യ മാമ്പഴങ്ങളിലെ ഒരു 2 ഇനങ്ങളാണ്. 2ഉം പോപ്പുലറാണ്. റെഡ് പാൾമർ നന്നായിട്ട് കായ പിടിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് കായ പിടിക്കുകയും ചെയ്യും. അതുപോലെ നല്ല ടേസ്റ്റുമാണ് മാങ്ങ, നല്ല ചുവന്ന കളറാണ്. നമുക്കറിയാലോ വീട്ടുമുറ്റത്തൊക്കെ വെച്ചാൽ ഈ കളറിന് ഒരു ഭംഗിയുണ്ട്. നല്ല രീതിയിൽ ഈ കളർ കാണുമ്പോൾ നമുക്ക് ആ മാങ്ങ മൊത്തത്തിൽ മാവും ഒക്കെ കാണുമ്പോൾ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു മാവാണ് ഇത്. കണ്ട ഇവിടെയൊക്കെ ഫ്ലവർ ചെയ്യുന്നുണ്ടല്ലേ, ഫ്ലവറിന് തന്നെ കളറിൻ്റെ വ്യത്യാസം കണ്ടില്ലേ, നല്ല രസമുള്ളൊരു പൂവല്ലേ. ആ ഒരു പൂവ് അതിൻ്റെ പേര് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്ലവർ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അവിടെയൊക്കെ ഫ്ലവർ വന്നതിൽ ഉണ്ണിമാങ്ങ പിടിക്കുന്നുണ്ട്. കായ പിടുത്തം ഉള്ളൊരു ടൈപ്പാണ് റെഡ് പാൾമാറിൻ്റെ തൈ എവിടെ കിട്ടുകയാണെങ്കിലും ധൈര്യമായിട്ട് വാങ്ങി വെച്ചോണ്ടി, അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കായ പിടിക്കും. നമ്മുടെ ഒരു ഡ്രമ്മിൽ അതുപോലെ തന്നെ ഗ്രോ ബാഗിലൊക്കെ ഉള്ള 2-3 തൈകളേ ഉള്ളൂ.
പക്ഷേ നിങ്ങൾക്ക് മറ്റെവിടുന്നെല്ലാം കിട്ടുകയാണെങ്കിൽ ഇത് മാങ്ങ ഒറിജിനൽ ആണെങ്കിൽ വാങ്ങി വെക്കാൻ നല്ല പ്ലാന്റാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു അഴകുള്ള മാങ്ങയാണ്. ഇത് നമ്മുടെ ആന്ധ്രയുടെ കുറേ മാങ്ങകളുണ്ട്, ചിന്നരസം, പെരിയ രസം, ചിരിക്കുരസാലും എന്നൊക്കെ പറഞ്ഞത്. ഇതൊരു ചിന്നരസം എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്, നല്ല വലിപ്പമുള്ളൊരു മാങ്ങയാണ്. ചിന്നരസം എന്ന് പേരാണെങ്കിലും മാങ്ങ വലുതാണ്, നല്ല ഭംഗിയിൽ നന്നായിട്ട് കായ്ക്കും. അത്യാവശ്യം ടേസ്റ്റുള്ള നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയതാണ്, കായ്പിടുത്തമുള്ളതാണ്, നല്ല മാങ്ങയാണ് പിന്നെ ചിന്നരസം. ഇത് 2 ഇനം വെറൈറ്റി മാങ്ങകളാണ്. ഇത് നമുക്കറിയാം മഹാചാനുക്ക് എന്ന് പറഞ്ഞ ഇനമാണ് എൻ്റെ വലത് കയ്യിലുള്ളത്. ഇടത് കയ്യിലുള്ള മാമ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിയായ പേര് ഹോങ്ലോങ് എന്നാണ്. ഇവിടെ റെഡ് ഡ്രാഗൺ എന്നും ഓങ്ഷിയായ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ പേര് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് പറയുക, ഹോങ്ലോങ്. ആ, യഥാർത്ഥ പേര് ഹോങ്ലോങ് എന്നുള്ള ഒരു നല്ലൊരു വെറൈറ്റിയാണ്. നന്നായിട്ട് കായ് പിടിക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൊലയിൽ നിറഞ്ഞ് കായ്ക്കും, ഇത് ചുവന്നൊരു ഷെയ്ഡിലേക്ക് വരും ചെയ്യും. ഒട്ടനവധി ഇതുപോലത്തെ കായ്ച്ച മാവിൻ്റെ ഗ്രോ ബാഗിലുള്ള തൈകൾ നമുക്ക് വിൽപ്പനക്കായിട്ട് മാങ്ങയോട് കൂടിയിട്ട് ഇവിടെ സെയിലുണ്ട്. എല്ലാ മാവിലും ഇപ്പോൾ നന്നായിട്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട്. കാരണം ആ ചെറിയ മാമ്പഴം കണ്ടില്ലേ, അതൊക്കെ കായ്ച്ചിരിക്കുന്നു. ഇപ്പം മാങ്ങയോട് കൂടെയുള്ള മാവുകൾ ഇപ്പം നമ്മളെ എയർപോർട്ട് ഗാർഡനിൽ വന്നാൽ സ്വന്തമാക്കാമല്ലേ? സ്വന്തമാക്കാം. ഏകദേശം നമുക്ക് ഒട്ടനവധി ഉണ്ട്, ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് കുറച്ചുകൂടെ ഇതുപോലെ മാങ്ങയോടുകൂടി കായ്ച്ചിരിക്കുന്ന ഒട്ടനവധി വെറൈറ്റികൾ കണ്ടില്ലേ. ഡ്രമ്മിലൊക്കെ കായ്ച്ചിരിക്കുന്ന നോക്കാം, ഇങ്ങോട്ട് വന്ന് നോക്കാണ്. ഇതാ ഡ്രമ്മിലൊക്കെ ഇങ്ങനെ മാമ്പഴങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, കണ്ടില്ലേ. എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ കാണാൻ, കണ്ടില്ലേ. ഇവിടെ എല്ലായിടത്തും കായ്ച്ചിട്ടുണ്ട്, നിറയെ മാങ്ങയാണ് നമുക്ക് ഈ വർഷം. നമുക്കെന്നല്ല, എല്ലായിടത്തും നന്നായിട്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട്, കായ്ച്ചിട്ടുണ്ട്. ഇത് ഡ്രമ്മിലൊക്കെ ഇരിക്കുന്ന മാമ്പഴങ്ങളാണ്, നല്ല വെറൈറ്റികൾ.